ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഞാൻ ചെറിയൊരു ബർത്ത്ഡേ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ മട്ടത്തിലൊരു ബർത്ത്ഡേ ബ്ലോഗ് കിട്ടി, അപ്പോൾ അതങ്ങനെ ആഘോഷിക്കാമെന്ന് ചോദിച്ചു കേട്ടോ. വലിയ ആഘോഷം പരിപാടികളൊന്നുമില്ല. പിന്നെ അതാണ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ അടുക്കളയത്തെ വിശേഷങ്ങളും ഒക്കെ പാടടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്കുമ്പോഴൊന്നും തോണ്ടാൻ മറക്കല്ലേ. രാവിലെ തന്നെ അടുക്കളയിൽ പൂരാ പണിയായിട്ട് ഭയങ്കര പണിയാണ്. പുട്ടുകുത്തടി പുഴവ് ചുറ്റടിയാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി കേട്ടോ. പുട്ടും പഴം കഴിക്കാൻ നല്ല പൂതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ മട്ടരിപ്പുട്ടാണ് ചുടുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ കൂട്ടിയിരുന്നു കേട്ടോ. മട്ടരിപ്പുട്ട് എങ്ങനെ ചുടാമെന്നുള്ള ഈസി ആയിട്ട് ചുടാമെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പുട്ടൊക്കെ കിട്ടൊരു സമാധാനമായി. ബർത്ത്ഡേ കാൾ ഇതവിടെ ഇവിടെ എന്തോ നോക്കിയിരിക്കും കണ്ടോ ഗൈസ്. മുഖത്ത് എന്തൊക്കെയോ തേച്ചിരിക്കുകയാണ് ഗൈസ്. അതാണ് മുഖം പൊത്ത്. NSSന് പോയി വെയിൽ കൊണ്ടുവരട്ടെ. കാപ്പിപ്പൊടി തേച്ച് രാവിലെ തന്നെ നമ്മളെ ബർത്ത്ഡേ ഗേൾ ഇരിക്കണം. നോക്കട്ടെ മുഖം ഫേസ് നോക്കട്ടെ. കാപ്പിപ്പൊടി തേച്ചിരിക്കുക. അപ്പോൾ ഒരു ഭൂതത്തിന് കണക്കുണ്ട്. അതാണ് 37. നീ കുളിച്ചട്ടോ. നേരെ 7 മണിയായി. ഇന്നെ കൊണ്ട് ചീത്ത പറയിക്കണ്ട. 7 കാലായിട്ടാ. വെറുതെ എന്നെ കൊണ്ട് നല്ല ദിവസമായിട്ട് പറയിപ്പിക്കണ്ട. പേപ്പറുകാരൻ വന്നതാണ്. പേപ്പർ എറിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടോ, നേരം വെളുത്തു. പുട്ടുണ്ടാണ് കേട്ടോ. പുട്ട് നമുക്ക് പുട്ടും പഴവുമാണ്. കുഞ്ഞാറ്റയ്ക്ക് പുട്ടും പഴം കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് പൂതി. കുഞ്ഞാ നീച്ചാ ഇന്ന് ഉറങ്ങാന്ന്. വെള്ളിയാഴ്ചയാണ് ഗായ്സ്. നമുക്ക് പട്ടും പഴി പുട്ടും പഴമാണ്. നമ്മളെ പഴം ഇങ്ങനെ പഴുത്ത് വന്നപ്പോൾ പറഞ്ഞു പുട്ടും പഴം കഴിക്കല്ലേ രാവിലെ. നമ്മളെ പഴം ഇതാകണ് പഴുത്തിങ്ങനെ വരുന്നുണ്ട്. നമ്മളെ മട്ടരി പുട്ട് ഇതങ്ങനെ ചുട്ടി വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ട്, ചായ, ചോറ്. ഒരാളതാ നീച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സോയാബീൻ്റെ ഒരു മസാല ഉണ്ടാകട്ടെ കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ഗേളിന് കൊണ്ടുപോകാനായിട്ട് ചോറ് കൊണ്ടുപോകാനായിട്ട്. രാത്രിയിലാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ. പകലൊക്കെ സ്കൂൾക്ക് പോകുമല്ലേ. അപ്പം അമ്പലത്തിൽ പോകാനൊന്നും കഴിയില്ല. നാളെ എങ്ങാനും അമ്പലത്തിൽ പോകാം. നാളെ 1-ാം തീയതി അപ്പം നമുക്ക് കുറച്ചുകൂടി ക്ലീനിങ്ങും പരിപാടി ഉണ്ട്. ഇന്ന് പയറൊക്കെ പറിക്കാനുള്ള ദിവസമാണ്. അങ്ങനെ ഒരുപാട് പണികൾ തലയിൽ വന്നിട്ട് ഇങ്ങനെ കുത്തുന്ന ദിവസമാണെന്ന്. പയറും വെള്ളരിയൊക്കെ പറിക്കണം. പീടികയിൽ കൊണ്ടുകൊടുക്കുന്നത് കന്നി വിളവെടുപ്പാണ് കേട്ടോ. ഫസ്റ്റ് വിളവെടുപ്പാണ്. നാളെ ബർത്ത്ഡേ ആണ്. നാളെ 1-ാം തീയതിയാണ്. അതിൻ്റെ തട്ടിക്കൊട്ടലുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട്. അങ്ങനെ കുറേ പണികളുടെ ഇടയിൽ ഇതാക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടില്ല കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്താലല്ലേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഇരുന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതാണല്ലോ നമ്മളെ തൊഴിൽ. അങ്ങനെ ചേച്ചിനെ നോക്കണ്ടോ. ചോറാക്കി ആക്കിയിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അമ്മൂടി അതിനുള്ളിൽ കൊടുക്കും. ഞാൻ പോകാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ വെള്ളരി പറിക്കാൻ പോകാം. പോയിക്കോ. ഇത് പറിച്ചിട്ടുള്ളൂ. മറക്കണ്ടെന്നാല് ഞാൻ പയറ് പറിക്കാലെന്നാ. വെള്ളരി ഒക്കെ കണക്കാല. കാട്ടിൻ്റെ ഉള്ളിൽ കൂടാണ് പോകണം. ഏതായാലും പയർ പറിക്കട്ടെ. സൂര്യൻ അതാണ് വേണോ വേണ്ട വെച്ചിട്ട് വരുന്നുണ്ട്. ഇന്ന് മഴയാന്ന് തോന്നുന്നില്ലേ. ഒരിതുണ്ട്. പിന്നെ ഇതാ മക്കളങ്ങോട്ട് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചക്കറിക്ക് പോകുന്നു. വെള്ളരിയും പയറൊക്കെ ഇതാ കഞ്ഞി വിളവെടുപ്പാട്ടോ. അപ്പോൾ ഇത് വേഗം പറിച്ച് വെച്ചു. ഇതൊരു 3-4 ചാക്കുണ്ട് കേട്ടോ. 3.5 ചാക്ക് ഉണ്ടായിരുന്നു. 3 ചാക്ക് നല്ലതും പിന്നെ അരച്ചാക്ക് പൊട്ടിയതും കുത്തുള്ളതും അങ്ങനെ അരച്ചാക്ക് അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വില ഇതൊക്കെ കമ്മിയായിട്ട് ആണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ലപോലെ വില ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും നമ്മളെ കഞ്ഞി വിളവെടുപ്പാണിത്. അപ്പോൾ ഇതൊക്കെ അതൊക്കെ കേട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് 2ാമത്തെ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ എനിക്ക് പയറിൻ്റെ പണിയെന്ന് ഞാൻ പയറൊക്കെ പറിച്ച് കെട്ടിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കോടയിലൊക്കെ കൊടുത്തു. തൂക്കലും കാര്യങ്ങളൊക്കെ ഒരു കിറ്റലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തിന് നേരം 12 മണിയോട് അടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ അടിച്ചു വാരണം, പാത്രം മുഴണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അലക്കാനുള്ളത് കുറച്ചുണ്ടായിരുന്നു. അത് ഇനി അലക്കാനുള്ള നേരം നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇനി ഇപ്പോൾ നാളേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഞാൻ.
ഒന്നാമത് ഈ ഒരു നേരമല്ല, ഉച്ച നേരമായില്ലേ. അപ്പം ഇനി പുഴയിൽ പോലും തിരുമ്പലൊന്നും ഇവിടുത്തെ തിരുമ്പൽ തന്നെ നടക്കില്ല. അപ്പം ഞാനൊന്ന് വേഗം മെയിൽ വെള്ളം മറന്നിട്ട് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കൽ ചെറിയൊരു കറി ഉണ്ടാക്കി കൊടുത്തു. ആ കറി ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ ഞാനും കുറച്ച് ചോറിട്ടാണ് 2 പപ്പടം കച്ചിയിലിട്ടാണ് ഞാൻ ആ ഒരു ചോറ് തിന്നട്ടെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാക്കി പണിയും കൂടി നമുക്ക് എടുക്കാനുണ്ട്. അകത്തത്തെ ആ ഒരു ചുമരിൻ്റെ പരിപാടികളൊന്നും എടുത്തിട്ടില്ല. ഇന്നത്തോടു കൂടി നമുക്ക് ഈ ഒരു പണികൾ തീർക്കണം, ആ ക്ലീനിങ് എന്നുള്ള പരിപാടി തീർക്കണം എന്നുള്ള ഇതിലുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പരിപാടി എടുക്കട്ടെ. ആ ഒരു പരിപാടി എടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പള്ളയിലാക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കിത് ജീവൻ ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് തേച്ച് മൂറി തുടക്കാനായിട്ട് ഇന്നിപ്പോൾ ഹാളും അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്നത്തോടു കൂടി നമ്മൾ ആ തട്ടിക്കൊട്ടിലും മറാലാട്ടിലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് തീർക്കണം എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ചോറീറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് വെറും ചോറീറ്റല്ല കേട്ടോ, നമ്മൾ ചട്ടിച്ചോറീറ്റ് അങ്ങോട്ട് കഴിഞ്ഞ്. ചട്ടിയിൽ ചോറിട്ടാൽ പിന്നെ ചട്ടിച്ചോറാണല്ലോ. അപ്പോൾ ചട്ടിച്ചോറീറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇരിക്കാനും നിന്നില്ല. വേഗം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് നമ്മളെ പഴയ പരിപാടി തന്നെ തുടങ്ങിയേക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ സോപ്പും പൊടി എല്ലാം എടുത്തിട്ടുള്ളത്, സോപ്പാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒത്തിരി കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാടെ വെച്ചിട്ട് ഒന്ന് തേച്ചരച്ച് കഴുകട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ കമൻറ്റ് വന്നതൊന്ന് ഓർമ്മ വന്നിട്ട്. ഒരു പെയിൻറ്റിങ്ങുകാരൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോപ്പും പൊടി ഇട്ടാണ്ട് അങ്ങനെ പെയിൻറ്റിൽ അങ്ങനെ കമ്പിച്ചിക്കിരി ഇട്ടൊന്നും ഉരക്കരുത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ഇളകി പോവും, കേടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിപ്പോൾ നമ്മൾ മുന്നേ എടുത്തുവെച്ച വീഡിയോസാണ് കേട്ടോ. ഇന്നലെ അപ്പം നമുക്ക് കമൻറ്റ് വന്ന്. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു സോപ്പും പൊടി ഇട്ടൊന്നും നമ്മളെ ചുമരും കാര്യങ്ങളും കഴുകൂല. അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ ഞാൻ മാനിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും അങ്ങനത്തെ പരിപാടി ഇരിക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തെല്ലാം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ വിശദമായിട്ട് തേച്ച് വരച്ച് കഴുകലൊക്കെ അടുത്ത കൊല്ലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പണി എടുത്തത് ഏതായാലും അടുക്കളയിലെത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലാണ് എമ്പാടും പണിയുള്ളത്, വല്ലാത്തൊരു ജാതി പണിയുള്ളത് ഇവിടെയാണ്. കാരണം എപ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. 24 മണിക്കൂറിൽ 24 മണിക്കൂർ നമ്മൾ അടുക്കളയിലുണ്ട്. എന്നാലും ഉണ്ടല്ലോ ഒരു തട്ടിക്കൂട്ടൽ അത്യാവശ്യമുണ്ട് ഈ അടുക്കളയിൽ, വല്ലാത്തൊരു അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരുപാട് പണികളുണ്ട്. ഈ ഒരു ചുമരൊക്കെ ആകപ്പാട് വൃത്തിയായിട്ട് അയക്കണം. അപ്പോൾ ചെറിയ കുട്ടികളും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വല്ല പോലെ ഒന്ന് വൃത്തിയായിട്ട് അയക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ചുമരൊക്കെ ഒന്ന് തേച്ചോറി കഴുകണം. പിന്നെ നമ്മളെ വഴക്കൊല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് പൊയ്ത്തിക്കണം. അപ്പോൾ അത് ഇരിഞ്ഞു നിന്നുള്ള പണിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ പഴുത്തിങ്ങനെ കാണുമ്പോഴല്ലോ, അത് ഇങ്ങനെ ഇടയ്ക്കും തലക്കും വന്നിട്ട് ഇങ്ങനെ ഇരിഞ്ഞ് നിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇരിഞ്ഞ് നിന്ന പണിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേന്ത്രക്കോല അങ്ങനെ പൊതുവെ ഇങ്ങനെ കെട്ടി തൂക്കാൻ കിട്ടാറില്ല കേട്ടോ. അതൊക്കെ പീടികയിലാണ് കൊടുക്കൽ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പഴങ്ങൾ, മൈസൂർ പഴങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്താക്കണം, 4 മണി ചായക്ക് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ടില്ലേ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര പണിയിലല്ല, ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള നേരം നിൽക്കില്ല. ഇതിൽ ലാസ്റ്റ് മൂപ്പർ തന്നെ ചായ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ 4 മണിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത മട്ടാണ് മൂപ്പർക്കുള്ളത്. അപ്പോൾ 4 മണിക്ക് ചായ നിർബന്ധമാണ്. രാവിലെ ഒരു ഗ്ലാസ് 2-3 ഗ്ലാസ് ചായ, വൈകുന്നേരത്തും ഒരു 2 ഗ്ലാസ് ചായ കുടിച്ചാലും ഒരു സുഖമാണെന്നാണ് പറയുന്നത്. അപ്പം മൂപ്പരെന്നും ചായ വെച്ചോട്ടെ നിൽക്കുകയാണ്. ഞാനിപ്പം അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളൂ. അടുക്കളയത്തെ പണി ഇന്നത്തോടു കൂടി തീർക്കണം, അതാണ് ഇപ്പം മനസ്സിലിരിപ്പില്ലത്. കുപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാനും തേച്ചുകറി തുടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളില്ല ഒരു ദിവസത്തിൽ ഞാനിട്ട് എടുത്തില്ല. ഓലോട് മുണ്ടിയും പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്നും ചെയ്ത്. ഇപ്പം അതാകണം 1-ാം തീയതി അതിൻ്റെ ആ ഒരു അടുത്ത് വെച്ചിട്ടാണ് ഇപ്പം നമ്മളെ പണികളൊക്കെ ഒന്ന് ഒടുക്കിയിരിക്കുന്നത്. ഒരുവിധം തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് മീശോക്കാരൻ വിളിച്ച് ഞാൻ സാധനം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട്. അതിന് പിന്നെ മഴയോട് മഴയിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാട്ടോ. പിന്നെ ആ ഒരു മഴയത്താണ് നമ്മളെ കുഞ്ഞാറ്റ കയറി വന്നത്. ഓള് വെള്ളത്തിന് കയറുന്നതന്നെ. ഇപ്പം കറണ്ട് ഇല്ല കേട്ടോ. അപ്പം നേരം 5:30 ആയിട്ടുള്ളൂ. ഉണ്ടോ 5:30 ആയിട്ടുള്ളൂ, 5:30. ഇപ്പം കറണ്ടില്ല. ഞാൻ ഒരു പണിയെടുത്തോണ്ട് നിൽക്കുന്നു. അതിൽ മീശോക്കാരൻ വരുന്നുണ്ട് കാരണം അപ്പം അയാളെ കാത്ത് നിൽക്കുന്നു ഇതുവരെ കേട്ടോ. പക്ഷേ അയാൾ വന്നിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വരട്ടേന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പം ഭയങ്കര മഴയാണ്, നല്ല മഴയാണ് കണ്ടാ, നല്ല മഴയാണ്, കറണ്ടും ഇല്ല. അപ്പം ഞാൻ എൻ്റെ പണി എന്ത് ചെയ്യും? ഇനി ഇതാ ഇഷ്ടംപോലെ പണിയുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. തേച്ചും തുടച്ചൊക്കെ ഇവിടെ തുടച്ചു. ഇനി ഇവിടെ ഉണ്ട്, ഈ ചുമരുണ്ട്. അപ്പം നമുക്ക് ടോർച്ച് മാത്രമേ ഉള്ളൂ. മഴയത്ത് തപ്പിത്തെരഞ്ഞ് ഒരു 7 മണി ആയപ്പോഴാണ് മീശോക്കാരൻ വന്നത്. വന്നപ്പോൾ നമുക്ക് സാധനം കയ്യിൽ തരാൻ നിന്നപ്പോഴാണ് അത് സ്കാൻ ചെയ്തിട്ട് കഴിയണില്ല എന്നും പറഞ്ഞിട്ട് അയാൾക്ക് തിരിച്ച് കൊണ്ടുപോയി നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അതിൽ പിന്നെ ആ ഒരു സങ്കടത്തിൽ നിന്നത് കേട്ടോ ഞാൻ. അതിനോട് പറഞ്ഞാലല്ലേ എന്തടി ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്കാവുമ്പം കറണ്ട് പോയി ഗൈസ്. ഞാനിടത്തൊന്ന് കറണ്ട് പോയി. നല്ല ദിവസം, നല്ല നേരം. നാളെ 1-ാം തീയതിയാണ്. അപ്പൊ കേക്ക് വേസ്റ്റ് ആവും. ഇപ്പൊ തന്നെ ഞങ്ങൾ അറ്റാ
അപ്പൊ അതുകൊണ്ട് അനിയത്തി ഇതാ പൈച്ചെളു മാസം ഒരട്ടം വാങ്ങിയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത മാസം എല്ലാതും കൂടി അടുത്ത മാസം അപ്പോൾ ഓൾക്ക് അതാണ് പറയാനുള്ളത്. ഓൾക്ക് കേക്കും കാര്യങ്ങളൊന്നും വേണ്ട, മന്തി മതിയെന്ന് ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മന്തിയൊക്കെ വാങ്ങിയത്. പിന്നെ ഭയങ്കര മഴയെന്ന് കേട്ടോ അന്ന്. പിന്നെ ഓളെ കാര്യം പറയുകയാണെങ്കിൽ ഓൾ എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളാട്ടോ. നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നതിൻ്റെ ഒരു മട്ടത്തിലുള്ള ഒരാളാണ്. അത് പിന്നെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു സഹായനിധിയാണ് കേട്ടോ ഓള്. അപ്പോൾ എനിക്ക് മാത്രം അങ്ങനെ സഹായമൊന്നും ചെയ്തു തരില്ല. അതിനെ പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല കച്ചറ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ നല്ല ഉസാറ് മന്തി കഴിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടോ. പിന്നെ കണ്ണനില്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ. ഏതായാലും സ്നേഹപൂർവ്വം അനിതാ സുബ്രഹ്മണ്യൻ.